വിശുദ്ധ ഖുർആൻ ഒരിക്കൽ പോലും ഭാര്യ എന്ന വാക്ക് പ്രയോഗിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ ഒരിക്കൽ പോലും ഭർത്താവ് എന്ന വാക്ക് പ്രയോഗിച്ചിട്ടില്ല. ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടേണ്ടവൾ, ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കേണ്ടവൻ അല്ല. നിന്നെ വാപ്പാന്ന് വിളിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാണവേദന സഹിച്ച പെണ്ണ് 10-22 കൊല്ലം വാപ്പാന്റെ രാജകുമാരിയായി വളർന്ന് ഒടുവിൽ നിക്കാഹിന്റെ വേദിയിൽ വധുവിന്റെ വാപ്പയുടെ കൈ പിടിച്ച് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് വരൻ ആത്മാഭിമാനത്തോടു കൂടി പറയുമ്പോൾ വധുവിന്റെ വാപ്പ വരനോട് മനസ്സിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ആ കാര്യം? എന്റെ മോൾ രാജകുമാരിയാ മോനെ, നീ അവളെ കൊണ്ടുപോയി വേലക്കാരി മാത്രമാക്കരുത് എന്ന ഒരു വാപ്പയുടെ ഉമ്മയുടെ വേദനയുടെ പ്രാർത്ഥനയിൽ നിന്ന് ഓരോ പെൺമക്കളെയും വരന്റെ കൈ പിടിച്ചു വാപ്പ കൊടുക്കുന്നത്. ഒരു പുരുഷൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണ് കിടന്നുറങ്ങുമ്പോൾ നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ അവൻ എത്ര നന്മകൾ ചെയ്തിട്ടും കാര്യമില്ല എന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുകയാണ്. ഒരു പെണ്ണിന് പരിപാവനമായ സ്ഥാനം നൽകുന്ന ഭർത്താവിനോട് മാന്യമായി പെരുമാറി അദ്ദേഹത്തിന്റെ മനസ്സറിഞ്ഞ് 500 രൂപയ്ക്ക് വകയുള്ളവനാണെങ്കിൽ അതനുസരിച്ച് ജീവിക്കാനും 50 കോടിക്ക് വകയുള്ളവനാണെങ്കിൽ അതനുസരിച്ച് കൊണ്ട് അല്ലാഹുവിനെ മറക്കാതെ ജീവിക്കണമെന്ന് ഭർത്താവിനെ ഉണർത്തുന്ന പെണ്ണാണ് ദീനുള്ള പെണ്ണ്. ഭർത്താവിന് ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്ന് അറിയുമോ? തന്റെ കുടുംബത്തിനെ സ്വർഗത്തിലെത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന പെണ്ണാണ്.